പേര് മരിയ ജിനു വർഗീസ്. ഞാൻ പഴങ്ങനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചിറ്റടിനെ കുറിച്ച് അറിയുന്നത് 2018 എൻ്റെ പപ്പയും മമ്മിയും സാബു ബ്രദറിൻ്റെ അടുത്ത് ധ്യാനത്തിന് പോയിരുന്നു. പപ്പയുടെ മുട്ട് വയ്യായിരുന്നു. അപ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചു. പപ്പയുടെ മുട്ട് സൗഖ്യപ്പെട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് ഞാൻ TCSലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത്. ആ സമയത്ത് ഒരു ഡിജിറ്റൽ കേപ്പബിലിറ്റി അസസ്മെൻ്റ് എക്സാം ഉണ്ടായിരുന്നു അക്രോസ് ദ കമ്പനി. അപ്പോൾ അത് ഭയങ്കര ടഫ് എക്സാമാണ്, ഭയങ്കരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പാടാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ ഒഡീസിയിൽ നിന്ന് എല്ലാവരും അപ്ലൈ ചെയ്തതുകൊണ്ട് ഞാനും അപ്ലൈ ചെയ്തു. പിന്നെ എക്സാമിന് പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇവർ ധ്യാനം കഴിഞ്ഞ് വന്നിരുന്ന സമയമായിരുന്നു. അപ്പോൾ മമ്മീനോട് പറഞ്ഞു, വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്ക്, അത് കഴിഞ്ഞ് നിനക്ക് പഠിക്കാൻ തോന്നുന്നത് പഠിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ മമ്മി പറഞ്ഞ വചനങ്ങൾ ആ സമയത്ത് ഉരുവിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പപ്പ ട്രെയിൻ കയറുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, ചിറ്റടിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്നും ദശാംശം കൊടുക്കാമെന്നും പറഞ്ഞ് നീ എക്സാം എഴുത്, നീ എന്തായാലും പാസ്സാവും എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാനത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി പിന്നെയും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇല്ല, ഞാൻ ചിറ്റടിയിൽ പോയി സാക്ഷ്യം പറയാമെന്നും ദശാംശം കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ എക്സാം എഴുതിയാൽ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ദൈവം തോന്നി. ഞാൻ അങ്ങനെ തന്നെ നേർന്നു. ഞാൻ എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം പല പല സെക്ഷൻ ഉണ്ടായിരുന്നു. ചില സെക്ഷനൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ എഴുതി കൂട്ടി. ഏറ്റവും അവസാനം പ്രോഗ്രാമിംഗ് റൗണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ BTech പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു C ലാംഗ്വേജിലാണ് പ്രോഗ്രാം എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ആ സമയത്ത് കഴിവൊന്നുണ്ടായില്ല, പക്ഷേ ദൈവം എനിക്ക് പറഞ്ഞു തന്നു. എനിക്കത് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. 5 ടെസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നതിൽ 4 എണ്ണവും പാസ്സായി. അങ്ങനെ എക്സാം ഒരുവിധം മിക്ക കുട്ടികൾക്ക് തന്നെ എളുപ്പമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തത് ആകെ ടെസ്റ്റ് കേസ് മാത്രമാണല്ലോ 4 കിട്ടിയത്, അപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എന്നാലും ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വചനങ്ങൾ എഴുതി തുടങ്ങി. എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ക്വാളിഫൈ ആയി. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അത് ഞങ്ങളുടെ ഒഡീസിൽ നിന്ന് കുറച്ച് ആൺകുട്ടികളും പിന്നെ ഞാനുമാണ് പെൺകുട്ടികളിൽ പാസ്സായത്. അതെനിക്ക് വിശ്വസിക്കാനേലും അധികമായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. വരുമ്പോൾ ദൈവനെ നന്നായിട്ട് അനുഗ്രഹിച്ചു. ഞാൻ എക്സാം ക്വാളിഫൈ ചെയ്തു. എനിക്ക് ഡബിൾ സാലറി ഇതാണ് കിട്ടിയത്. ആ എക്സാമിൽ ഒരു ബെനിഫിറ്റ് അതായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ബ്രദർ പറഞ്ഞു UK എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കണ്ടിന്യൂസ് ആയിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നയിച്ച വഴികൾ എത്ര അത്ഭുതകരമാണ്. ഈ മകൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വചനം എഴുതി പ്രാർത്ഥിച്ചു വന്നു. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാലും മതി, എഴുതാൻ പറ്റും എഴുതി പ്രാർത്ഥിക്കും. അടിസ്ഥാനം, അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം, വിടുതലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. അത് നമ്മൾ വചനത്തിൽ ബേസ് ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്ക് വരണം. ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല. വചനത്തിൽ ജീവിച്ചാൽ ദൈവം നമ്മുടെ സകല കാര്യങ്ങളിൽ ഇടപെടും. മകൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചു, വചനം എഴുതി പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഒരു വലിയ തീരുമാനമെടുത്തു. ഇവിടെ നിന്ന് സാക്ഷ്യം പറയുക, ദശാംശം കൊടുക്കാൻ തീരുമാനമെടുത്തു. അത്ഭുതകരമായിട്ട് എല്ലായിടത്തും വിജയം, ജോലി എല്ലാം കർത്താവ് നൽകി. കർത്താവിന് മഹത്വം.